വിളി തുടങ്ങി. എന്തായി ചോറെന്തായി? എത്ര വയസ്സിലായി? നിന്നെ ഏൽപ്പിച്ച പണി നീ ആദ്യം ചെയ്യും, അതവർ ചെയ്തോളൂ. ഏ 2 4 സെയിം. എടാ 6 2 4 എടാ 6 അവനോട് 6 ഞാൻ പറഞ്ഞതോ. ഓക്കെ, നീ പറഞ്ഞ കാരണം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം 6 വിസിലടിച്ചിട്ടുണ്ട്. നീ ഒറ്റ കാറുണ്ടോ ചെയ്യട്ടോ, ഓഫ് ചെയ്തോ. നീ ചോളം കാണിച്ചാൽ പോയാണല്ലോ. ഞാൻ കരിക്കത്തൊന്നുമില്ല, നീ വേണ്ട, ഞാൻ ഓഫ് ചെയ്ത്. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ എങ്ങനെ ഇത് കളയണ്ടേ? മറ്റേ ഇത് ഭയങ്കര പ്രഷറല്ലേ, അപ്പോൾ എങ്ങനാ ഊരി കളയണ്ടേ? ചോറ് കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രഷർ മുഴുവൻ പോയതിനു ശേഷം കുക്കർ തുറക്കാവുന്നതാണ്. അതിനുശേഷം ചോറ് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഞാൻ മേളത്തെ മറ്റേ കുക്കറിന്റെ വിസിലങ്ങ് ഊരിക്കോട്ടെ. പ്രഷർ മുഴുവൻ പോയതിനു ശേഷം മാത്രം വിസിൽ മാറ്റുക. പ്രഷർ ഉള്ളപ്പോൾ വിസിൽ മാറ്റാൻ ശ്രമിച്ചാൽ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. താങ്ക് യു. അപ്പോൾ അത് ചെയ്യണം, എന്ത് ചെയ്യണം? ബീഫ് കറി വെക്കാൻ സഹായിക്കാൻ പറഞ്ഞു. പ്രഷർ മുഴുവൻ പോയതിനു ശേഷം ചോറ് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ചോറ് കട്ട പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. എനിക്കിത് കഴിഞ്ഞിട്ട് ബീഫ് കറി വെക്കണം. ഓടി വെന്ത ബീഫാണ്, അപ്പം പറഞ്ഞു തരുമല്ലോ അല്ലേ? വെന്ത ബീഫാണെങ്കിൽ അത് വീണ്ടും ചൂടാക്കാനാണോ അതോ പുതിയതായി പാചകം ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പുതിയതായി പാചകം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പുതിയതായി ബീഫ് പാചകം ചെയ്യാൻ പല രീതികളുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് താല്പര്യം? റോസ്റ്റ്, ഫ്രൈ? ഏറ്റവും എളുപ്പത്തിൽ കറി ഉണ്ടാക്കണം, ചോറ് കഴിക്കാൻ വേണ്ടിയാ. തീർച്ചയായും ബീഫ് കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ആദ്യം ബീഫ് കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കുക. ഒരു കുക്കറിൽ എണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് എൻ്റെ കയ്യിലായുള്ളത് സവാളയുണ്ട്, പിന്നെ തക്കാളിയുണ്ട്, കിഴങ്ങുണ്ട്, പച്ചമുളകുണ്ട്, മസാലയുണ്ട്. ഇതിക്കുള്ള നെല്ലൊന്നുമില്ല. ആദ്യം സവാള നന്നായി വഴറ്റുക. അതിലേക്ക് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർക്കുക. ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. ഇതിലേക്ക് ബീഫ് കഷ്ണങ്ങൾ ചേർത്ത് നന്നായി ഇളക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേവിക്കുക. കറി നന്നായി കുറുകി വരുമ്പോൾ ശേഷം ഒരു പാനിൽ എണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് വഴറ്റുക. ഞാൻ പറയുന്നേക്ക്, എൻ്റെ കയ്യിൽ ഈ പറയുന്ന പേസ്റ്റ് ഒന്നും ഇല്ല. ഇതിൽ ആകെയുള്ള സവാളയും തക്കാളിയും പച്ചമുളകും കിഴങ്ങും ഉള്ളു, വേറെ ഒന്നും ഇല്ല. ഉള്ളതുകൊണ്ട് പറയും. ഇപ്പൊ കളിക്കല്ലേ വെറുതെ സമയമില്ല, കഴിച്ച് വെച്ചിരിക്കും പട്ടവടങ്ങിക്കോളെ. സവാള, തക്കാളി, പച്ചമുളക്, കിഴങ്ങ് എന്നിവ ഉപയോഗിച്ച് ബീഫ് കറി ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം സവാള നന്നായി വഴറ്റുക. അതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് ഇളക്കുക. ശേഷം കിഴങ്ങ് കഷ്ണങ്ങളും വേവിച്ച ബീഫും ചേർത്ത് നന്നായി ഇളക്കുക. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കുക. കറി നന്നായി ബാക്കി പറ. സവാള നന്നായി വഴറ്റുക. അതിലേക്ക് ഇത് കേട്ടിട്ട് അരിയാനാണെങ്കിൽ ഞാൻ സവാള അരിഞ്ഞോണ്ടിരിക്കത്തേ ഉള്ളൂ. നീ കട്ട് ബീഫും ചേർത്ത് ഉമ്മയെ വിളിക്കാം. ആവശ്യത്തിന് ഉപ്പും ചോറ് സെറ്റായോ? വേവിക്കുക. ആ വിസിൽ മാറ്റി കുറുകി വരുമ്പോൾ തീ അണയ്ക്കുക. യെസ്. അപ്പം 11:30 ആയപ്പോൾ അവർ ലോഡ് കയറ്റാൻ തുടങ്ങി. ഞങ്ങൾ രാവിലത്തെയും ഉച്ചക്കത്തെയും വൈകിട്ടത്തെയും ഫുഡ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലപ്പുറത്ത് ചോറും ബീഫ് കറിയും ഞങ്ങൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുക. ഞങ്ങൾ ബീഫ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഇനി ചോറും കൂടെ അതിൻ്റെ എയോട് ചോദിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെയാണ് ചോറ് വെക്കുന്നത്, എങ്ങനെയാണ് കറി വെക്കുന്നത് എന്നൊരു സെർച്ചിങ്ങിലാണ്.
സാറേ വിഷിലായി. എയുടെ സാന്നിധ്യത്തിലാണ് ഇപ്പൊ ഈ വിഷിൽ അടിച്ചോണ്ടിരിക്കുന്നത്. ജെമിനിയാണോ? നമ്മോട് പറയാം അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് കണ്ടോ. ചോദിക്കണ്ടേ? ഒന്നുമല്ല, ബംഗാളികളോട് കൊണാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ജെമിനി വഴിയല്ലേ? പിന്നെ നെറ്റ്വർക്ക് ഇല്ലാത്തടത്ത് ഞാൻ പിടിക്കാം. എന്നാ നോക്ക് സെറ്റ് ചെയ്യ്, എന്നിട്ട് അടുത്ത് ബീഫ് എടുക്കാം. വിശക്കുന്നു മോനെ. കൃത്യക്കാരോ? എത്രയായി? 6 എണ്ണമല്ലേ? മതി 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 മതി. ഉള്ളത് എന്താ മതി. ഒന്നും വേണോ? എന്നാൽ ഒന്നുകൂടെ അടുപ്പിക്ക്. അറിഞ്ഞാലും സാരമില്ല, നമ്മളല്ലേ കഴിക്കുന്നത്. നിർത്തിയേക്ക്. നിർത്തിയേക്ക്. അയ്യോ, എന്നാ നീ എന്നാ കാണിക്കുന്നത്? നിനക്ക് എന്നാ നിനക്ക്? അതുകൊണ്ട് ഇവിടെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അവർ ഫുള്ള് അത് തീർന്ന് കഴിയുന്നതിന് മുന്നേ തന്നെ എല്ലാം ഉണ്ടാക്കി കഴിയണം. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ കേട്ടോ. അതുകൊണ്ട് അവരിപ്പോൾ തന്നെ ഒരട്ടി കഴിക്കും. യാ ഹുദാ. ലോഡെല്ലാം കയറ്റി. മഴ പൊടിയുന്നല്ലോ. ലോഡ് കയറ്റി. ഇനി ഇവിടുന്ന് ടാർപ്പ് സെറ്റ് ചെയ്തിട്ട് കുളിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോകണം. എങ്ങനാ? വെട്ടണമെങ്കിൽ മുമ്പോട്ട് കയറ്റി വേണം. നീ നേരെ പോയിട്ട് ഈ സൈഡ് ചേർത്തിട്ടോ. കയറിക്കോ, സൈഡ് കയറിപ്പുണ്ട്. ഓടിച്ചോ. വാ. നേരെ പോട്ടെ. മറ്റേ പൊടിയാണല്ലോ. ഓക്കെ, മതിയോ? അടയ്ക്കണോ? ഇല്ലേ? നിക്ക്, ഇത് അടച്ചിട്ട് അങ്ങോട്ട് ഇടാം. അടച്ചിട്ട് അങ്ങോട്ട് ഇടാം. ഇതിലിറങ്ങിയോ? ഇതിലങ്ങിറങ്ങിയോ? മഴ പൊടിയുന്നേ. അണി ബായോടൊന്ന് പറയാമോ? അല്ല വേണ്ട, ഞാൻ അടച്ചുതരാം.
നീ അടച്ചു തരാം, ഞാൻ മുക്കി തരാം. ആ ഏ ഒരുപാട് പിടിക്കാം. നീ താഴെ ഇറങ്ങിയോ? സെൻറ്റർ ഒക്കെ ആയോ? നീ എല്ലാം അങ്ങ് പോകാൻ തോന്നുന്നു. ഇവിടെ പടുതയുണ്ട്. എടാ അവിടെ കുറച്ച് വലിയടാ, നീ നിൽക്കുന്നതിൻ്റെ ആ അറ്റം, ആ തുമ്പൊന്നും വലിയ, ആ അവിടെ വലിയ. ആ ആ ഓക്കെ ഓക്കെ മതി. റോപ്പ് എടുക്കട്ടെ? ചെരുപ്പ് എന്തുവാ? ഗ്ലൗസോ? ആരത്തില്ല, ഇപ്പുറത്താണുണ്ടെന്ന് തോന്നുന്നു. ഞാൻ തുണി കഴിയുന്നതിനകത്ത് ഒരെണ്ണം ഉണ്ടായിരുന്നു. ആ അതിനകത്ത് ഒന്നേ ഉള്ളായിരുന്നു, ഒരെണ്ണം ഈ സൈഡിൽ കിടപ്പുണ്ട്.
മൊത്തം തീർക്കല്ല, അവർക്ക് കൊടുക്കണേ. എടാ എങ്ങനെയുണ്ട്? നിന്നെ കയറ്റിക്കാൻ വേണ്ടി ഞാൻ ചെയ്തത്. ഇത് കാണാമെന്ന രീതിയിൽ ഇത് കാണാനൊക്കെ പറ്റും, അത് വേറെ കാര്യം. നീ വിചാരിച്ച് ഞാൻ കണ്ടില്ലെന്നോ? നീ താഴെ നിന്ന് ആ ബക്കറ്റ് ആ തൊട്ടി തിരിച്ചപ്പോഴേ എനിക്ക് മനസ്സിൽ അവന്മാരുടെ ഹെൽമെറ്റ് കളഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു നിമിഷം എൻ്റെ കണ്ണങ്ങ് മങ്ങിപ്പോയി. എങ്ങോട്ടാ കിട്ടിയോ? നീ ഇത് കെട്ടിയിട്ട് ഞാൻ എപ്പോൾ കഴിക്കാനാ? കൂടുതൽ വിശപ്പ് കേട്ടാ പിന്നെ കൂടുതലൊന്നും ഇല്ല മോനെ. ആ മതിയോ? ഏ ഇത്തിരി അടുപ്പിക്കണ്ട. ഇച്ചിരി ഇങ്ങോട്ട് നീക്ക്. ആ മഴക്കോള്. मैं यहाँ हूँ यहाँ ആ हूँ यहाँ. പിടിച്ചോ. അയ്യോ കയറ് കെട്ടി കഴിയാറായി. ഇനി ഇവിടുന്ന് കയറ് കെട്ടി ഇത് സെറ്റ് ചെയ്തിട്ട് കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങ് പോവാം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ബീഫ് കൊണ്ടുവന്നു, അതിപ്പോൾ ഞങ്ങൾ കറിയാക്കി. അപ്പം ആ ആ ആ ആ ആ ആ ആ ആ
ജ്യൂസ് അടിക്കണോ? അപ്പോൾ ഞങ്ങൾ ബീഫ് കൊണ്ടുവന്നിട്ട് ഞങ്ങളിപ്പം ചോറ് വെച്ച്, എന്നിട്ട് ഞങ്ങൾ ബീഫ് എന്തൊക്കെയോ മുളക് പൊടിയൊക്കെ ഇട്ട് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ബീഫ് മസാല എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇവിടെ വന്നിട്ട് ഏതോ കട വന്നിട്ട് ബീഫ് മസാല വെച്ചപ്പോൾ കടക്കാരെ ഞങ്ങളെ തുറിച്ച് നോക്കി. അപ്പോൾ ഉടനെ ലുക്കു ചിക്കൻ മസാലയാക്കി. അങ്ങനെ ചിക്കൻ മസാലയും ഗരം മസാലയും ഒക്കെ ഇട്ട് ഞങ്ങൾ എന്തൊക്കെയോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി കുറച്ച് കൂടിപ്പോയി. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് പിടിച്ചു എന്തൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പട്ടിക്കുട്ടന്മാരെ കാവലേൽപ്പിച്ചിരിക്കുക. പട്ടിക്കുട്ടന്മാരെ കാവലേൽപ്പിച്ചിരിക്കുക. അപ്പോൾ ഇനി ഇത് കെട്ടിക്കഴിഞ്ഞിട്ട് ഒന്ന് കുളിച്ച് റെഡിയായിട്ട് കഴിച്ചിട്ട് പതുക്കെ അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ച്. രാവിലെ കഴിച്ചില്ല, കാരണം ഇവിടെ കടയൊന്നുമില്ല. കടയൊക്കെ പോകണമെങ്കിൽ ഇവിടുന്ന് 2-3 കിലോമീറ്റർ അപ്പുറത്തോട്ട് പോകണം. പിന്നെ മടി കാരണം അങ്ങ് നിന്നു. മടിയാണല്ലോ എല്ലാത്തിൻ്റെ ഉറവിടം. ഇത് പിന്നെ ചില കമ്പനിയിൽ ചിലയിടത്ത് മാത്രം കെട്ടിത്തരത്തില്ല, ബാക്കി മിക്കയിടത്തും ഇത് നമുക്ക് ടാർപ്പ നമുക്ക് കെട്ടിത്തരും. അപ്പോൾ കെട്ടുകൂലി കൊടുക്കണം. ചിലപ്പോൾ 600, 500, 400 അങ്ങനെയൊക്കെ ആയിരിക്കും റേറ്റ്. 500, 600 കെട്ടുകൂലി കൊടുത്തു കഴിഞ്ഞാൽ അവരിത് കെട്ടിത്തരും. പിന്നെ ഞങ്ങൾ അങ്ങനെ മൂടനുസരിച്ചിരിക്കും. ഞങ്ങളങ്ങനെ കെട്ടിപ്പിക്കത്തില്ല. ഞങ്ങൾ സ്വന്തമായിട്ട് അങ്ങ് കെട്ടും. കെട്ടിക്കഴിഞ്ഞാൽ 600 കൈയിരിക്കും. വൈകിട്ട് സമൂസയും ചായയും അടിക്കും. സോറി പിടിക്കട്ടെ? ജ്യൂസ് അടിക്കണോ? ജ്യൂസ് അടിക്കണോ? എന്നിട്ടേ ഇപ്പോഴത്തെ കറക്കി എടുക്കാൻ പറ്റുമോ? നിൽക്കാനും വേണ്ടിയിട്ട് കയറ് ഊരുക്കുന്നുണ്ട്, ഭയങ്കര വിഷയമാണ്. എടാ അതെടുത്ത് മാറ്റി നീ അകത്തുണ്ടോ? മഴ പെയ്യുന്നു. മഴ പെയ്തു. വേറൊന്നുമില്ലല്ലോ. അപ്പുറത്തോടെ ഇപ്പുറത്തോടെ
ആ എവിടോ മറ്റേ കേട്ടോ ആ നിനക്കങ്ങ് കിട്ടിയാൽ പോരായിരുന്നു. നീ അതിനകത്ത് വേണ്ടേ? ആ പോടാ പോടാ നീ എടാ നീ അങ്ങ് കയറ്റി അത് വിടാങ്ങ് എനിക്ക് റിലേ പോകുന്നത്. കേട്ടെ ഓ മഴയായി. മഴ 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 നല്ല മഴ. വണ്ടീൻ്റെ അകത്തായതുകൊണ്ട് കാര്യമായി. വണ്ടി പുറത്തുവല്ലോ ആയിരുന്നെങ്കിൽ ടാസ്ക്കായി പോനെ. ആ എടാ എടി ഈ സൈഡ് വിടാ. അങ്ങ് കൊണ്ടുപോട്ടെ, വലിച്ചു കൊണ്ടുപോട്ടെ, വലിച്ചു കൊണ്ടുപോട്ടെ, കൊണ്ടുപോട്ടെ. ഏ മറ്റേ കുരുക്ക് വേണോ? കുരുക്ക് വേണോ? ഇല്ലില്ല പിടിച്ചിരിക്കുക. ആ
അങ്ങനത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് 1:45 നല്ല മഴ. മാറാ ആ ചോറുണ്ടാക്കിയത് കാര്യമായി, അല്ലെങ്കിൽ കുളമായി പോയനെ. ഇനി കുളിക്കുക, റെഡിയാകുക, കഴിക്കുക, വണ്ടി എടുത്ത് വിടുക. ഓക്കേ, അപ്പം ഇനിയുള്ള വീഡിയോ നമുക്ക് യാത്രയിലൂടെ കാണാം. കുളിച്ചിട്ട് കഴിക്കാം, അത് മതി. കുളിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞല്ലോ. ഒരു രക്ഷയില്ലാത്ത മഴ, തകർത്ത മഴ. മൊത്തം മഴ. അകത്ത് വണ്ടി കയറ്റിയിടാൻ ഷെഡ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അകത്ത് വണ്ടി കയറ്റിയിടാൻ ഷെഡ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലായിരുന്നെങ്കിൽ പണി പാളിയാനെ. ഭയങ്കര മഴ. ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴയായി. ഇനി ഇവിടുന്ന് വെയിറ്റ് ഫൈബ്രിഡ്ജ് ഇട്ടിരിക്കുക. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പോവാം.